നമുക്കിന്നൊരു വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്താലോ? കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഒരു വാട്ട്സ് ഇൻ മൈ ബാഗിന്റെ വീഡിയോ എടുക്കണം എന്നുള്ളത്. പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, പണ്ടൊട്ടേ കാണാറുണ്ട് കേട്ടോ. അവരെ വാട്ട്സ് ഇൻ മൈ ബാഗ്, അവരുടെ ബാഗിൽ എന്തൊക്കെയാന്നൊക്കെ ഞാനിങ്ങനെ നോക്കും. അവരെന്തൊക്കെയാണ് കീപ്പ് ചെയ്ത് കൊണ്ടു നടക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പം പിന്നെ മാത്രമല്ല, എനിക്ക് ബാഗ് അതുപോലെ പേഴ്സ് അതൊക്കെ സൂക്ഷിക്കാൻ ഇഷ്ടമാണ്. പണ്ടൊട്ടേ ഉള്ള ബാഗൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വാച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ വാച്ച് തന്നെ 1-1.5 വർഷം 2 വർഷം ഞാൻ യൂസ് ചെയ്യും. അത് പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം, എൻ്റെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ ഞാൻ എൻ്റെ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടു നടക്കും. അങ്ങനത്തെ കുറച്ച് അസുഖങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. എല്ലാവരും ഹാപ്പി ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. ഞാനിവിടെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. പിന്നെന്താ, ഈ ബാഗിനെ പറ്റി പറയുകയാണ്. ഇതാണ് എൻ്റെ ബാഗ്. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ക്യാരി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചൊരു ബാഗാണ്. ഇതിന് മുന്നേ ഞാൻ സ്ലിംഗ് ബാഗാണ് കൊണ്ടു നടന്നിരുന്നത്. ആ സ്ലിംഗ് ബാഗ് ഇപ്പം അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. കൂടുതലെല്ലാം ഇതിലാണ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. നമുക്ക് കണ്ടറിയാമല്ലോ, ക്വാണ്ടിറ്റി കൂടുതലാണ്. എൻ്റെ ഒരു വിഷമം, ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് ഇനി പെട്ടെന്ന് കേടാവോ, വൈറ്റ് പെട്ടെന്ന് അഴുക്ക് പിടിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും വിഷമം എനിക്കുണ്ട്. എനിക്ക് ബാഗ് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണോ നോക്കാം. ആരെയും മടുപ്പിക്കാതെ, ആരെയും ബോറടിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചാനലും എന്നെയും എൻ്റെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലെന്താണെന്നുള്ളത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് ആദ്യം. ഫസ്റ്റ് നമുക്ക് ഫോൺ എടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് വീഡിയോയ്ക്ക് വേണ്ടി ഫോണിൽ വെച്ചാണ്. കാരണം നമ്മൾ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുമല്ലോ, ഫോൺ എടുത്ത് മാറ്റി വയ്ക്കുമല്ലോ. 1-2.5 വർഷമായിരുന്നു ഈ ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നത്, Redmi Note 9 Pro. അപ്പം ഇതാണ്. പിന്നെ ഒരു ഫോണുള്ളത് എൻ്റെ ഈ ഫോണാണ് കേട്ടോ. ഒട്ടും ഫേക്കൊന്നുമല്ല, അതിലെല്ലാം കാര്യമായിട്ടുള്ള തന്നെ ഉണ്ട്, നിങ്ങളാരും പേടിക്കണ്ട. അതായത് എല്ലാം എന്തൊരു മെസ്സേജ് വന്നല്ലോ, എല്ലാം ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന എല്ലാ സാധനത്തിലുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഈ ബാഗും കുറച്ച് സാധനം ഇട്ട് വന്നതല്ല കേട്ടോ, ഞാൻ മുന്നേ പറഞ്ഞതാണ്. പിന്നെ എല്ലാവരും ഉള്ള പോലെ പേഴ്സ്. ഞാൻ ഈ പേഴ്സിനെ കുറിച്ച് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ ഓഫീസിൽ, ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓഫീസിലൊരു ഫ്രണ്ട്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ എനിക്ക് തന്നതാണ് ഈ പേഴ്സ്. ഭയങ്കര ക്യാരി ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇതിലെൻ്റെ എമിറേറ്റ്സ് ആയിട്ടും കുറച്ച് ചില്ലറ പൈസയും മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഞാനിങ്ങനെ വെക്കാറില്ല. പണ്ടത്തെ പേഴ്സ് എൻ്റെ ഭയങ്കര വലുതായിരുന്നു. അത് കൊണ്ടുനടക്കാൻ എനിക്ക് നല്ല പാടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അത് കൊണ്ടുനടക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതാണല്ലോ. അതിപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇത് ചിലപ്പോൾ ഒരുപാട് നാൾ ഞാൻ യൂസ് ചെയ്യുമായിരിക്കും, അറിയില്ല. എനിക്കിഷ്ടമാണ് അത് ഭയങ്കരമായിട്ട്. അടുത്തതും പൊട്ട്. ഇത് ഒരുപാട് തപ്പിയിട്ടാണ് എനിക്ക് ഈ പൊട്ട് കിട്ടിയത്. ഇവിടെ എല്ലാവരുടെയും എല്ലാ മാളിൽ പോയപ്പോഴും എനിക്ക് പൊട്ട് കിട്ടിയിരുന്നില്ല. അത് ഇനി വേറെ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ സിറ്റിയിലൊരു കുഞ്ഞൊരു കടയിൽ നിന്നാണ് എനിക്കിത്, ഷോപ്പിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. പിന്നെ നാട്ടിൽ നിന്ന് അമ്മ ചെറിയൊരു പൊട്ട് കൊടുത്തയച്ചിട്ടുണ്ട്, ഒരു കല്ലൊക്കെ ഉള്ളത്. ഞാൻ പൊതുവെ പൊട്ടൊക്കെ കുത്തുന്ന ആളാണ്. നാട്ടിലെപ്പോഴും ഇങ്ങനത്തെ പൊട്ട് കുത്താറുണ്ട്. ഇവിടെ വന്നപ്പോൾ അങ്ങനെ പൊട്ട് ഇങ്ങനത്തെ കുത്താറില്ല കേട്ടോ. എന്നാലും ഞാൻ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. നമുക്ക് എപ്പോഴും ട്രഡീഷണലൊക്കെ വേറൊക്കെ അണിയുമ്പോൾ നമുക്ക് അടിപൊളിയല്ലേ. നെക്സ്റ്റ് വന്നിട്ട് ടൈഗർ ബാം ആണ് കേട്ടോ. ടൈഗർ ബാം ഞാൻ എപ്പോഴും കൊണ്ടുനടക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഓഫീസിൽ പോയപ്പോൾ തൊട്ടാണ് തുടങ്ങിയത്. നാട്ടിൽ വർക്ക് ചെയ്തപ്പോൾ തൊട്ടാണ് ടൈഗർ ബാം യൂസ് ചെയ്ത് തുടങ്ങിയത്. കാരണം തലവേദന വരാറുണ്ട് ഇടയ്ക്ക്, അപ്പോൾ ഞാൻ യൂസ് ചെയ്യും. പിന്നെ എപ്പോഴും എൻ്റെ ബാഗിൽ ഇടാറുണ്ട്. അവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നത് തന്നെയാണ്. ഐ മീൻസ് അന്ന് യൂസ് ചെയ്ത് തന്നെയാണ്. ഇപ്പോഴും ഞാൻ തലവേദന വരുമ്പോൾ അതെടുത്ത് തേക്കും. തല മാത്രം, മൊത്തം എവിടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊന്നും ഞാൻ അപ്പോൾ അതെടുത്ത് തേക്കാറുണ്ട്. എനിക്ക് അപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. നെക്സ്റ്റ് വൺ സൺസ്ക്രീൻ. അക്കലോജിക്കയുടെ സൺസ്ക്രീനാണ്. ഞാനങ്ങനെ വല്ലാത്ത സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ആളല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ എന്തായാലും ഇടുമല്ലോ. അങ്ങനെ ചെയ്യുന്ന ആളല്ല. പക്ഷേ എനിക്കിത് ഈ സൺസ്ക്രീൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് 1-2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴേ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇപ്പോഴും ഞാൻ ഇത് തന്നെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തെന്ന് പോലും ഒരു ഫീൽ വരില്ല. പിന്നെ സൺസ്ക്രീന് മാച്ച് എന്താണ്, മോയ്സ്ചറൈസർ നിവിയാണ് ഞാൻ കുറേ നാൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വലുതും ചെറുതായിട്ട് ഓഫർ എനിക്ക് കിട്ടിയാണ് ഇപ്പോൾ ഈ അടുത്തായിട്ട്. അപ്പോൾ ഞാൻ ചെറുതിലിട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ മോയ്സ്ചറൈസർ ഇടാറില്ല കേട്ടോ. മോയ്സ്ചറൈസർ ഇടാറുണ്ട്, ബാഗിൽ ഇട്ട് വെക്കാറില്ല. അപ്പോൾ ചെറുത് കിട്ടിയപ്പോൾ ഞാൻ ബാഗിൽ ഇട്ട് വെച്ചാണ്. പിന്നുള്ളത് ഈ ഒരു സ്പ്രേ. ഇത് കല്യാണ സമയത്ത് ആരും ഗിഫ്റ്റ് തന്നാണ്, ഞാൻ അന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് ഞാൻ എന്തിനാണ് ഇതിൽ ഇട്ടതെന്ന് അറിയില്ല, ബോയ്സിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് സ്പ്രേ. പിന്നെ അടുത്തത്
ക്ലിപ്പാണ്. ഞാൻ എപ്പോഴും ക്ലിപ്പ് കൊണ്ടു നടക്കാറുണ്ട്. കാരണം പണ്ടൊക്കെ എൻ്റെ ക്ലിപ്പ് തന്നെ പൊട്ടിപ്പോവായിരുന്നു. വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ ക്ലിപ്പ് കല്യാണ സമയത്ത് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുതരുമല്ലോ. അപ്പോൾ അതിൽ കിട്ടിയാൻ തോന്നുന്നു. നല്ല ക്ലിപ്പാണ്, നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് തോന്നുന്നു. കാരണം ഇതുവരെ നിലത്തൊക്കെ വീണിട്ട് പൊട്ടിയിട്ടൊന്നുമില്ല. ബാക്കിയൊക്കെ നിലത്ത് വീണ് എൻ്റെ പൊട്ടാറുള്ളതാണ്. ഇതും പൊട്ടാറില്ല. പിന്നെ ഇതെന്തിനാണ് ഞാൻ ഇട്ടെന്ന് അറിയില്ല. നെയിൽ പോളിഷ്. ഇപ്പം ഞാൻ ഇട്ട നെയിൽ പോളിഷ് ഇല്ലേ, അതിൻ്റെയാണ്. ഞാൻ ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചത് തന്നെയാണ്. അങ്ങനത്തെ നല്ല ചില ഐറ്റംസൊക്കെ കാണുന്നുണ്ട് നെയിൽ പോളിഷ്. പിന്നെ എൻ്റെ കണ്ണട. ഈ കണ്ണട ഞാൻ വർക്ക് ചെയ്ത സമയത്ത് അവിടെ വർക്ക് ചെയ്യുമ്പം എൻ്റെ കണ്ണട മിസ്സായി പോയിട്ടുണ്ട്. അപ്പം ഞാൻ വാങ്ങിച്ചാണ് ഈ കണ്ണട. അപ്പോൾ ഈ കവറും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇപ്പോൾ കവർ ഇത്തിരി അഴുക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വേറെ വാങ്ങാത്തത്. അപ്പോൾ എൻ്റെ ഒരു കണ്ണട ഇതിലുണ്ട്. പവറൊന്നുമില്ല, ജസ്റ്റ് തലവേദന വരുമ്പോൾ വയ്ക്കാൻ മാത്രം. തലവേദനയില്ല, സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ വയ്ക്കാനാണ്. പിന്നെ ബണ്ണ് ഇതെല്ലാവരും ഉണ്ടാവുമല്ലോ. ഈ ബണ്ണ് ഞാൻ വാങ്ങിയാലും ബണ്ണ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതെങ്ങാനും പൊട്ടിപ്പോയൊക്കെ വയ്ക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ബണ്ണ് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ വല്ലാതെ യൂസ് ചെയ്തിട്ടില്ല. വേറൊരു ബണ്ണ് കൊണ്ടിൻ്റെ ഒരു പിങ്ക് കളർ, അത് ഞാൻ കല്യാണ സമയത്ത് തന്നെ വാങ്ങിച്ചാണ്. ഇതൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിച്ചതാണ്. അല്ലാതെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കി കിട്ടി വേറെ ഒരെണ്ണം കൂടി. ഇത് ഞാൻ എപ്പോഴും റെഡ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, നെയിൽ പോളിഷ്. അതെനിക്ക് തോന്നുന്നു എൻ്റെ ഫിയാൻസി ഗിഫ്റ്റ് സോറി എൻ്റെ അന്ന് എൻ്റെ ഫിയാൻസി ആയിരുന്നു. അന്ന് പുള്ളി എനിക്ക് കുറച്ച് നെയിൽ പോളിഷ് തന്നിട്ടുണ്ടായിരുന്നു. അതാണോ എവിടെ നിന്നാണ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇതും പുള്ളി അന്ന് ഗിഫ്റ്റ് തന്നതാണ്. ഇതിപ്പോൾ ഓടുന്നില്ല, അത് ഞാൻ എടുത്തു വെച്ചതാണ്. വേറെ 2-3 വാച്ചും കൂടി ഉണ്ട്. എന്തിനാ ഞാൻ എടുത്തു വെച്ചതറിയില്ല. ഞാൻ ഓഫീസിലൊക്കെ എപ്പോഴും ഇട്ടുകൊണ്ട് പോകാറുണ്ടായിരുന്നു. പിന്നെ 2 ബുക്ക് കഴിഞ്ഞു കേട്ടോ. ഈ ബുക്കും എനിക്ക് പുള്ളി തന്നതാണ്. ഞാൻ ബുക്കിലിങ്ങനെ ഓരോന്ന് എഴുതി വയ്ക്കുന്ന ഒരു ടൈപ്പാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതി വയ്ക്കും. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. ഫോൺ നോക്കുന്നതിനേക്കാളും ഇഷ്ടം എല്ലാം ഇങ്ങനെ ബുക്കിൽ എഴുതി വയ്ക്കാനാണ് എനിക്കിഷ്ടം. അപ്പം അങ്ങനെ വന്നതാണ്. ഇപ്പോൾ ഈ ബുക്ക് ഏകദേശം തീരാറായിട്ടുണ്ട്. പിന്നെ ഈ ബുക്ക് എനിക്ക് വേണ്ടി വാങ്ങിച്ചെന്നതാണ്. നല്ല കളർഫുൾ ആയിട്ടില്ലേ. ഇതിൽ രണ്ട് അപ്ഡേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ അതൊക്കെ ഞാൻ ഇതിൽ എഴുതി വയ്ക്കാറുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് കുറച്ചാണ് ഞാൻ മെയ് മാസം വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏപ്രിൽ മെയിൽ. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇതിൽ എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക് ഇതിൽ ക്യാരി ചെയ്യുന്നത്. വെയിറ്റ് ഒന്നുമില്ല, ഡയറാണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഇതിൻ്റെ ചട്ടയ്ക്ക് വലിയ വെയിറ്റ് ഒന്നുമില്ല. എനിക്ക് ഇഷ്ടമാണ് ഇത് ക്യാരി ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഞാനത് കൊണ്ടു നടക്കുന്നതാണ്. ഇത് പേന, ഇതും പുള്ളി എനിക്ക് തന്നു തന്നെയാണ് പേന. എല്ലാം മോശിയാണ് സത്യത്തിൽ. ഞാൻ വാങ്ങിച്ച ഒരു സാധനത്തിൽ ഇല്ലല്ലേ സത്യം പറഞ്ഞാൽ. സൺസ്ക്രീൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചൊന്നുമില്ല. അപ്പം ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ വരുമല്ലോ മനുഷ്യന്മാരുടെ ലൈഫിൽ. മനുഷ്യന്മാരില്ലേ. അപ്പം ഇതും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങിച്ച് തന്നത് തന്നെയാണ്. അപ്പം ഇത് കഴിഞ്ഞു കേട്ടോ, മൊത്തം കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ വീഡിയോ. വേറെ ഒന്നുമില്ല. വാട്സ് ഇൻ മൈ ബാഗ്. എൻ്റെ ബാഗിൽ ഇതൊക്കെയാണ്. ആ ഒരു ഫ്രസ്ട്രേഷൻ കഴിഞ്ഞു. എന്തൊക്കെ ബാഗിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രസ്ട്രേഷൻ കഴിഞ്ഞു. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ ഞാനിപ്പോൾ AC ഓഫ് ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. വേഗം വീഡിയോ ഓഫ് ആക്കിയിട്ട് വേണം എനിക്ക് AC ഓൺ ചെയ്യാനായിട്ട്. നല്ല ചൂടാണ്. ഞാൻ UAE ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണോ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടെന്ന് എനിക്കറിയില്ല. നല്ല ചൂട് തന്നെയാണ്. പിന്നെ എല്ലാവരും ജീവിക്കാനുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ചൂടൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഇത്ര ഇങ്ങനെ ചൂടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു കാറ്റ് വീശും, നല്ല കിളികളുടെ സൗണ്ട് ഉണ്ടാവും, നല്ല എന്താ പറയുക, ഒരു പ്രത്യേക ഒരു മൂഡല്ല നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കിട്ടാറ്. പക്ഷെ ഇവിടെ വരുമ്പോൾ അങ്ങനെ നല്ല ചൂടാണ്. പക്ഷെ വന്ന സമയത്ത് നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇനി കുറച്ചൊരു മാസങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വലിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇതൊക്കെ ഇനി പറക്കിയെടുത്ത് ബാഗിലേക്ക് കിട്ടണം. അപ്പം എല്ലാവർക്കും എൻ്റെ ബാഗിലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. വേറെ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിങ്ങനെ കാണുന്ന അറിയുമ്പോഴാണ് എനിക്ക് ഇവിടെ നിന്നൊരു സന്തോഷം. കാരണം ഞാൻ ആരായിട്ടും മിങ്കിൾ ചെയ്യുന്നില്ലല്ലോ, ആരെയും വിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആരും അറിയില്ല, ആരൊക്കെ ഇത് കാണുന്നു ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് സന്തോഷം, സപ്പോർട്ടൊക്കെ കിട്ടുന്നു തോന്നൽ വരില്ലേ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് പിന്നെയും വരാം. എല്ലാവർക്കും ബൈ.